നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഉച്ചയ്ക്കലത്തെ കാര്യപരിപാടികളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കലത്തേക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചാള മീൻ കിട്ടിയത് കഴുകി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രീസറിൽ നിന്ന് അതെടുത്ത് പുറത്ത് വെച്ചു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. വറക്കണതാണ് എല്ലാവർക്കും ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചാള എന്നാണ് കേട്ടോ പറയുക. പലരും മത്തിയെന്നും പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ചാള ഒരു തവണ ഞാൻ വറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കാണേലും ചാച്ചനായാലും ഐശ്വനൊക്കെ ആയാലും ചാള വറുക്കണതാണ് ഇഷ്ടം. അത് നല്ല കറുമുറുമായിട്ട് വറുക്കണത്. പക്ഷേ എനിക്ക് അധികം കറുമുറു ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ചാച്ചനൊക്കെ ഭയങ്കര കറുമുറുമായിരിക്കണം. അങ്ങനെ അതൊരു സൈഡിൽ ഞാൻ പുറത്തെടുത്ത് വെച്ചു. പിന്നെ അതേ ചാച്ചനാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും ശരിയാക്കണം. ചാച്ചനുള്ള ലഞ്ചിനും പിന്നെ ഡിന്നറിനും കൂടി ഒരുമിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ഈ ചിക്കൻ ബ്രസ്റ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ഇത് ചെറിയ കഷ്ണമാക്കണം. ചെറിയ കഷ്ണമല്ല, ഭയങ്കര തിന്നായിട്ട് ഞാനിത് സ്ലൈസ് ചെയ്യാൻ പോവാണ്. കാരണം മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഇതാകെ 2 കഷ്ണമാക്കും. അപ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളു വേവാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം തിന്നായിട്ട് അങ്ങ് കഷ്ണാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ പിടിക്കുകയും ചെയ്യും, നല്ലോണം വേവുകയും ചെയ്യും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കല്ലെങ്കിലും ഈ ബീഫൊക്കെ നുറുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് പപ്പ ഇങ്ങനെ അരിവാളിങ്ങനെ കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ വെച്ചിട്ട് പപ്പ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ നുറുക്കും കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് നുറുക്കാനൊക്കെ ഭയങ്കര തോന്നും. ചെറുപ്പത്തിലുണ്ട, പക്ഷേ ആ സമയത്ത് ചോദിക്കുമ്പോൾ പപ്പ പറയും തരില്ല കൈ മുറിയുമെന്ന് പറയും. എന്തൊരു സ്പീഡിലാണെന്നറിയോ പപ്പ അത് നുറുക്കാറുള്ളത്. അപ്പം ഇപ്പം ബീഫ് അല്ലെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ ഞാനത് ഒന്നും കൂടി കുഞ്ഞി കഷ്ണങ്ങളാക്കും. എന്നിട്ട് ഇങ്ങനെ പപ്പ നുറുക്കണ പോലെ, പപ്പ അത് അരിവാളിലാണ് നുറുക്കണേന്നുണ്ടെങ്കിലും ഞാൻ ഈ കത്തിയൊക്കെ വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ കഷ്ണാക്കും. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെ ചെയ്യാനായിട്ട്. അങ്ങനെ ചിക്കൻ ബ്രസ്റ്റ് നുറുക്കി കഴിഞ്ഞതിന് ശേഷം ഇനി അതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാണ്ട. ഞാൻ ആദ്യം ഇത് ചെയ്യുമ്പോൾ മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു മുളക് പൊടി ആഡ് ചെയ്യണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ക്രഷ്ഡ് ചില്ലി, അതേപോലെ ഉപ്പ്, കുരുമുളക് പൊടി, നാരങ്ങ നീര് ഇത്രയും മാത്രം പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ചിക്കൻ ബ്രസ്റ്റിലേക്ക് ചെറുതായിട്ട് 2-3 വരയും കൂടി ഇട്ട് കൊടുത്തു. കാരണം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തേ. ഇനി ഇതൊരു 20 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് നെയ്യിലിട്ടങ്ങ് വറുത്തെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ 20 മിനിറ്റിന് മേലേക്ക് വെക്കും. കാരണം ചാച്ചൻ എന്തായാലും ഇനി ഒരു 3 മണി 3:15 ആകുമ്പോഴത്തേക്കും വരുള്ളൂ. അപ്പോൾ ഒരു 2:45 ആകുമ്പോഴത്തേക്കും ഇത് ഞാനിനി ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ. കാരണം കുറേ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടോടുകൂടി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ബോക്സിലിട്ട് വെച്ചത്. അതിന് ഡിന്നറിന് എടുക്കുള്ളൂ. ഇത് 200 ഗ്രാം അളന്നിട്ട് വേണം കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് വറുത്തൊക്കെ വരുമ്പോൾ എത്ര ഗ്രാം ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടാണ് ആളിനി കഴിക്കുക. അങ്ങനെ ചിക്കൻ ബ്രസ്റ്റിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. കട്ടിംഗ് പാഡും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു. കാരണം ഇനി അടുത്ത കറിക്കുള്ള പരിപാടിക്ക് എടുക്കാനുള്ളതാണ്. അതിന് മുമ്പ് ആ ചിക്കൻ ബ്രസ്റ്റ് ക്ലീൻ ആക്കിയ സ്ഥലമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം വിചാരിച്ചേ. അപ്പോൾ ഉച്ചയ്ക്കലത്തേക്ക് സാമ്പാറുണ്ട്. ഇനി ക്യാബേജും കൂടി ഒലത്താന്ന് വിചാരിച്ചു. പിന്നെ ചാള വറക്കാമെന്നും വിചാരിച്ചു. ഇതാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കലത്തേക്കുള്ള ലഞ്ച് കേട്ടോ. ക്യാബേജ് ഞാൻ ഡിന്നറിനും കൂടി കൂട്ടിയിട്ടാണ് വെക്കണത്. ഈ അമ്മ ക്യാബേജും ബീട്രൂട്ട് ക്യാരറ്റൊക്കെ ഇങ്ങനെ അരിയണ കാണുമ്പോണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അരിയാനായിട്ട്. പ്രത്യേകിച്ച് മറ്റേ കട്ടിംഗ് പാഡ് വെച്ചിട്ട് അരിയില്ലേ, അതിലൊക്കെ എനിക്ക് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സ്വയം അരിഞ്ഞ് വന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നും അല്ല എന്ന് മനസ്സിലായിട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാണുന്നതൊക്കെ ഭയങ്കര മനോഹരമായിട്ട് തോന്നും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അമ്മമാർ രാപ്പകലില്ലാണ്ട് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും കറിക്കൊക്കെ ഒരു ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തൊട്ട് കാണിച്ചാൽ വെച്ചേക്കണം അമ്മേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ വായിൽ നിന്ന് എന്തായാലും വീണിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സ്വയം വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, എത്ര പൊട്ടക്കറിയാണെങ്കിലും നമ്മളിത് നല്ല കറിയാണ് എന്നും പറഞ്ഞിട്ട് സ്വയം സമാധാനിച്ചങ്ങ് കഴിക്കും. ഒരു കണക്കിന് ഞാൻ ക്യാബേജൊക്കെ കഷ്ണമാക്കി. ഇനി അതൊന്നും കൂടി ഒന്ന് കുഞ്ഞു കഷ്ണമാക്കി എടുക്കണം കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ക്യാബേജ് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ കല്യാണത്തിനൊക്കെ വെക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അതേപോലെ കിട്ടൂല. ചാച്ചനാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മഞ്ഞച്ചിരിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ഭാഗം കരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് കളറായിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അമ്മ വെക്കുമ്പോൾ ഇതേപോലെ മഞ്ഞച്ചൊക്കെ ഇരിക്കും. ഞാൻ വെച്ച് നോക്കിയിട്ട് ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാബേജ് വളർത്തും. കാരണം ഭയങ്കര എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാബേജ് വളർത്താറുണ്ട്. പക്ഷെ എപ്പോൾ വളർത്തിയാലും ആ ഒരു മഞ്ഞ കളർ എന്തായാലും കിട്ടാറില്ല.
അങ്ങനെ ക്യാബേജ് ഞാൻ കഴുകാനായിട്ട് ഇടാണ് കേട്ടോ. ഇനി കഴുകി മഞ്ഞളും ഉപ്പും കൂടി പുരട്ടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നോക്കണം. അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള സവാള പച്ചമുളകൊക്കെ നന്നാക്കി വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2 കടുകിട്ട് നോക്കി, പൊട്ടിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് സ്പൂൺ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ചവിട്ടിയും ഒന്ന് തട്ടി വീഴാൻ പോയിട്ടോ. അല്ലെങ്കിൽ ഈ ചവിട്ടി ഒന്ന് മാറ്റാറായിട്ടുണ്ട്. ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വീഴാം, കാരണം ഭയങ്കര സ്ലിപ്പ് ചെയ്യണ ചവിട്ടിയാണ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കടുക് ഇട്ടു കേട്ടോ. ഈ കടുക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം കടുക് എങ്ങാനും അനാവശ്യമായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടം പെരുകുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെടുക്കുമ്പോഴും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കടുക് എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര കെയർഫുള്ളായിരിക്കും കേട്ടോ. പണ്ടുണ്ടല്ലോ എനിക്കൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പണ്ട് അമ്മ ഈ സവാള ചെറിയുള്ളിയൊക്കെ നന്നാക്കാൻ പറഞ്ഞ് തരൂലേ, വെളുത്തുള്ളിയൊക്കെ, ആ സമയത്ത് ഞാനൊന്നും നന്നാക്കി കൊടുക്കൂല. കാരണം എന്താ പറയാന്നറിയോ, കൈമ മണം വരുമെന്ന്. എന്നിട്ട് ഞാൻ ഇപ്പോഴായാലും ഇതൊക്കെ നന്നാക്കി കഴിഞ്ഞാലും ഞാൻ അപ്പം തന്നെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകും കേട്ടോ. കാരണം എനിക്ക് അതിൻ്റെ കയ്യിൽ ആ മണം നിൽക്കുന്നത് ഇഷ്ടമല്ല. കാരണം ആ കൈ കഴുകാണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് അതിലേക്കും പറ്റുമല്ലോ. അപ്പം അത് കാരണം ഈ സവോള പച്ചമുളകല്ല ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ കൈ കഴുകുക. അതേപോലെ തന്നെ ഈ ചെറിയുള്ളിയും സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയ കത്തി ഉണ്ടല്ലോ, ആ കത്തി ഞാൻ അപ്പം തന്നെ കഴുകി വെക്കുകയും ചെയ്യും. ആ കത്തിക്ക് വേറെ എന്തെങ്കിലും നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈവൻ നമ്മൾ ആ കത്തി കഴുകാണ്ട് വെച്ചിട്ട് വല്ല ഫ്രൂട്ട്സൊക്കെ നന്നാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരണുണ്ടാവുക. എനിക്കതൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതിനി എനിക്ക് മാത്രമുള്ള സ്വഭാവമാണോ വേറെ ആർക്കെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് വൃത്തികെട്ട സ്വഭാവമാണെന്നൊന്നും ഞാൻ പറയില്ല, നല്ലൊരു സ്വഭാവം തന്നെയാണ്. പക്ഷെ പണ്ടായിരുന്നു ആ ഒരു വൃത്തികെട്ട സ്വഭാവം. അതായത് അമ്മ നന്നാക്കി തായെന്ന് പറയുമ്പോൾ ഈ ഒരൊറ്റ കാരണം പറഞ്ഞിട്ട് ആ വഴിക്ക് ഞാൻ തിരിഞ്ഞു നോക്കൂലായിരുന്നേ. പക്ഷെ ഇപ്പം മണൊക്കെ എന്ത്, കൈ കഴുകി അങ്ങ് വിടും. എന്നാലും എല്ലാം നന്നാക്കാണ്ട് പറ്റില്ലല്ലോ, അകത്തേക്ക് എന്തെങ്കിലും ചെല്ലണ്ടേ. പിന്നെ കുറേ പേര് ചോദിക്കുന്നത് കാണാറുണ്ട്, പിള്ളേരെ എന്നാ കൊണ്ടുവരണേ, അവർ വരാറായോ എന്നുള്ളത്. പിള്ളേരെ ശരിക്കും ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു. കാരണം ഏതമോൻ്റെ ബർത്ത്ഡേ ആണ് 27-ാം തീയതിക്ക്. പക്ഷെ ടിക്കറ്റിന് നല്ല റേറ്റ് ആയതുകൊണ്ട് ഇപ്പം നിലവിൽ കൊണ്ടുവരുന്ന പ്ലാനിങ് ഒന്നും നമ്മൾ നടത്തുന്നില്ല. ഇനി ടിക്കറ്റിൻ്റെ റേറ്റ് എപ്പോഴെങ്കിലും കുറയാണ്ടോ എന്ന് നോക്കി നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. കാരണം ഞാനിങ്ങോട്ട് വന്ന ആ ഒരു വീഡിയോയിൽ ചാച്ചൻ പറയുന്നുണ്ട് പിള്ളേർ 1 മാസം കഴിയുമ്പോഴത്തേക്കും കൊണ്ടുവരും എന്നുള്ളത്. കറക്റ്റ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം എന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിയാറായില്ലോ, എന്തേ പിള്ളേരെ കൊണ്ടുവരാത്തേ എന്നുള്ള ചോദ്യമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്യാബേജ് റെഡി ആയിക്കൊണ്ടിരിക്കണു. ഞാനപ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ഞാനിതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണുണ്ട് കേട്ടോ, റെഡിയായോ എന്ന്. കാരണം ഒരു തവണ എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ ക്യാബേജ് എങ്ങാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇതിവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അടുപ്പത്ത് ഇരിക്കണ്, അതൊന്ന് റെഡിയാവാൻ എന്തായാലും ഇച്ചിരി സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി ഫോണിൽ ഇങ്ങനെ റീൽസും കണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യം ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടും പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കരിഞ്ഞ മണം വരണുണ്ടായിരുന്നു. വേഗം പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഫോണിൽ കളിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യാബേജൊക്കെ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ, ചാച്ചന് ഉദ്ദേശിച്ച മഞ്ഞ കളറല്ല എൻ്റെ ക്യാബേജിന് ഉണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ചാച്ചൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ അവിടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ ചാച്ചൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ശരിയാക്കാനായിട്ട് ഞാൻ ഈ പാനാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ നിന്നുള്ള ക്യാബേജ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ചാച്ചൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പാനൊക്കെ റെഡിയാക്കി ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടു കേട്ടോ. ഇട്ടതിന് ശേഷം ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ അതിലേക്ക് ഇട്ടു കേട്ടോ. എനിക്ക് ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരെ, സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ചാച്ചനുള്ള ചിക്കൻ ബ്രസ്റ്റ്, മറ്റേ സൈഡിൽ ഞാൻ ചാള വറക്കാനുള്ള പരിപാടിയിലാണ്. എനിക്കിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രൈ ചെയ്യാനൊക്കെ ഭയങ്കര ടെൻഷനാണ്. കാരണം ഇന്നാൾ ഇതേപോലെ ഞാൻ ഒലത്തണ സമയത്ത് മറ്റേ ഫയർ അലാം അടിച്ചിട്ട് സെക്യൂരിറ്റി ഒക്കെ താഴേന്ന് വന്നതാണ് കേട്ടോ. അതുകൊണ്ട് മാക്സിമം ഞാൻ തീയൊക്കെ കുറച്ചിട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നതും. ഇപ്പോൾ കറി വെക്കണതായാലും ഭയങ്കര ഫ്ലെയിമൊക്കെ ഭയങ്കര കുറച്ചിട്ടിട്ടാണ് ചെയ്യണേ. എന്നാലും വരും പുക. ചാച്ചൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ആയി എടുക്കാൻ തന്നെ എന്തായാലും ഒരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ ഗ്യാപ്പിനുള്ളിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ചാച്ചൻ്റെ ഷൂസും ഞങ്ങളുടെ ചെരുപ്പൊക്കെ ഇങ്ങനെ പരന്നിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെരുപ്പൊക്കെ ഞാൻ എടുത്തു വെച്ചു, ചാച്ചൻ്റെ ഷൂസും എടുത്തു വെച്ചു. ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കലത്തേക്കും രാവിലത്തെയൊക്കെ പരിപാടിയും പണിയൊക്കെ കഴിയും കേട്ടോ. അങ്ങനെ ചാച്ചൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു കുഞ്ഞ് കാസറോളിലേക്കും കൂടി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാച്ചൻ വരുമ്പോഴത്തേക്കും ചൂട് നിന്നോളും. അങ്ങനെ അടിച്ചു കൂട്ടാനുള്ളത് അടിച്ചു കൂട്ടുകയും ചെയ്തു കേട്ടോ. ഇത് അടിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. വേറെ ഒന്നല്ല, എൻ്റെ തലയിലുള്ള മുടിനേക്കാളും കൂടുതൽ തറയിലാണ് എൻ്റെ മുടി കിടക്കുന്നത്. അത് കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവും.
പിന്നെ ചെറുതായിട്ട് ഞാനൊന്ന് തുടച്ചു കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒരു കള്ളപ്പണി ചെയ്യണതാണ്, വലിയ അഴുക്കും ഇതൊന്നും ഇല്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചിട്ട് തുടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. കസേര ഒന്നും ഞാൻ മാറ്റണമൊന്നുമില്ല, ഇത് കള്ളപ്പണിയാണല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനൊന്ന് തുടച്ച് പോടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അടിയും തോടയും കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ചാച്ചൻ്റെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാക്കിയ പാനൊക്കെ ഉണ്ടല്ലോ, അത് ഇന്ന് കഴുകിയെടുക്കാനായിട്ട് ഇച്ചിരി പാടാണ്. അപ്പോൾ അതൊക്കെ കഴുകി അങ്ങ് എടുത്ത് ഗ്യാസ് സ്റ്റവൊക്കെ അങ്ങ് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞു. പിന്നെ അന്നത്തെ ആ ഡീപ്പ് ക്ലീനിങ്ങിന് ശേഷം പാറ്റയുടെ ശല്യം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാത്രി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കണ്ടോന്ന് അറിയാൻ പാടില്ല. കാരണം കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇത് നിങ്ങൾ രാത്രിയാണ് ഓട്ടവും ചാട്ടവും കൂടുതലുണ്ടാവുക, പകൽ ഇതിങ്ങനെ ഒളിച്ചിരിക്കുന്നുള്ളത്. ചിലപ്പോൾ അത് ശരിയായിരിക്കും കേട്ടോ, രാത്രി നമ്മൾ കാണില്ലല്ലോ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഇത് എൻ്റെ ഫുഡിങ്ങിൻ്റെ ടൈമാണ്. ഞാൻ സാധാരണ ചാച്ചൻ വരുമ്പോൾ ആണ് ഒരുമിച്ച് കഴിക്കാറുള്ളത്. പക്ഷേ ചാച്ചൻ 3:30 ആവും വരാനായിട്ട്. അതുവരേക്കും വിശപ്പ് സഹിച്ചിരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. അത് കാരണം ഞാൻ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.